എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തകർന്നു വീണ് നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്നും വേദനയിൽ നിന്നും രാജ്യം മുക്തമാവുന്നതേ ഉള്ളൂ. അത്ഭുതകരമായ ഒരു യാത്രക്കാരൻ മാത്രമാണ് ഈ വലിയ ദുരന്തത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ളവർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അഹമ്മദാബാദിലെ ആശുപത്രി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തീപിടിച്ച വിമാനം തകർന്നു വീണത്. ആ സമയത്ത് പ്രദേശവാസികളായ നിരവധി പേർ മടിച്ചും ഭയന്നും നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയിരുന്നു. അക്കൂട്ടത്തിലൊരാളാണ് 56-കാരനായ രാജു പട്ടേൽ. കെട്ടിട നിർമ്മാണ ബിസിനസ് നടത്തുന്ന രാജു പട്ടേൽ വിമാനാപകടമുണ്ടായി 5 മിനിറ്റിനുള്ളിൽ തന്റെ ടീമുമായി രക്ഷാപ്രവർത്തനത്തിന് ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ വ്യക്തിയാണ്. എന്നാൽ ആദ്യത്തെ 15-20 മിനിറ്റുകളോളം അപകട സ്ഥലത്തിനടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്ന് രാജു പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാരണം തീ അത്രയ്ക്ക് ഭയങ്കരമായി ആളിപ്പടരുകയായിരുന്നു. അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയതോടെ താനും മറ്റുള്ളവരും അവരെ സഹായിക്കാൻ ഇറങ്ങി. പൊള്ളലേറ്റ ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ആ സമയത്ത് പെട്ടെന്ന് സ്ട്രക്ചറുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ പുതപ്പുകളും സാരികളും ഒക്കെ അടുത്താണ് പരിക്കേറ്റവരെ പുറത്തേക്ക് എടുത്തത്. രാത്രി 9 മണി വരെ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവരടക്കമുള്ള പ്രദേശവാസികൾ സഹായത്തിനുണ്ടായിരുന്നു.